മാഷെ, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് കേരളം ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണ് എന്നുള്ളതാണ്. വിപുലമായ പരിപാടികളാണ്. വൈകിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ 3 മണിക്ക് പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ നിര, സദസ്സിലെ നിര എന്ന് പറയുന്നത് പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ, പത്മശ്രീ മമ്മൂട്ടി, പത്മഭൂഷൺ കമൽഹാസൻ, മറ്റ് ജനപ്രതിനിധികൾ. അപ്പോൾ ഇത്രയും പേരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു സാഹസത്തിനൊക്കെ മുതിരേണ്ടതുണ്ടോ? ഒന്ന് വോട്ടെടുപ്പ് വരുന്നത് കൊണ്ടാണോ, തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണോ എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്, ഇടത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ അതിദരിദ്രർ എന്ന് പറഞ്ഞിരിക്കുന്നത് 4.5 ലക്ഷം. സഭയിൽ മന്ത്രി പറഞ്ഞത് 5.91 ലക്ഷം. ഇപ്പോൾ 64,000 കുറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ അങ്ങ് ഒക്കുന്നില്ലല്ലോ മാഷേ. എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടോ? കണക്കുകൾ എന്ന് പറയുന്നതേ, കണക്കുകൾ ഓരോ കാലഘട്ടത്തിലും ഇവരുണ്ടാക്കിയെടുക്കുന്ന കണക്കുകളാണ്. അതത്ര കൃത്യമായിട്ട് ഒരിക്കലും പ്രതിഫലിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. കാരണം ഇത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമാണല്ലോ. നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ, സർക്കാർ ഇപ്പോൾ പറയുന്നത് 64,009 പേര് അല്ലേ, അത്രയും പേരാണ്ടാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അവരെ കണ്ടെത്തി, അത്രയും പേരാണ് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ ചിലപ്പോൾ വളരെ കൂടുതൽ ഉണ്ടാകാം. പക്ഷേ കണ്ടെത്തിയിരിക്കുന്ന ഇത്രയും പേരെയാണ്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അവകാശവാദമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് ചെയ്യാവുന്നത് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ, സതീശന് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ്. അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഇനി എവിടെയൊക്കെ ഉണ്ട് അവരുടെ ലിസ്റ്റ് സർക്കാരിന് മുന്നിൽ കൊടുക്കുക, എന്നിട്ട് അവരുടെയും കൂടി പ്രശ്നം പരിഹരിക്കാനായിട്ട് പറയാം. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻ. അതല്ലാതെ കണക്കൊന്നും എത്തുന്നില്ല എന്ന് വെറുതെ കണക്ക് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. പകരം യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇനി കേരളത്തിൽ അതിദരിദ്രരായിട്ട് കിടക്കുന്നത് അവരെ കണ്ടെത്താനുള്ള ബാധ്യത പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലത്തെ കണക്കായി പോയി എന്നാണോ മാഷ് ഉദ്ദേശിച്ചത്? അല്ല, കണക്കുകൾ ഇങ്ങനെ വെറുതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പല കാര്യങ്ങളും വെറുതെ ഒരു കാര്യം വരുന്ന സമയത്ത് അതിനെതിരായിട്ട് ഒരു കണക്ക് അവതരിപ്പിക്കലാണ്. അങ്ങനെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒരു പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ റോളിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സർക്കാരിൻ്റെ ഒരു വിഷയം വരും, അതിന് ഇവരൊരു പ്രതിപ്രസ്താവന ഇറക്കും, കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് കഴിഞ്ഞ് അവരവരുടെ പണിക്ക് പോകും. വേറൊരു പ്രവർത്തനം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. സമരത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു ദിവസം സമരം ചെയ്ത് ആ വിഷയം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിതാന്തമായിട്ടുള്ള ഫോളോ അപ്പും അതിൻ്റെ പ്രവർത്തനമൊന്നും നമ്മൾ സാധാരണ കാണാറില്ല എന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോയാണ്, അല്ലെങ്കിൽ ഗിമ്മിക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് അക്കാര്യത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് തൃപ്തികരമായിട്ടുള്ള രീതിയിലാണോ ഉള്ളത്, അതല്ല കേരളത്തിൽ ഇനിയും ഒരുപാട് അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരുണ്ടോ, അതൊക്കെ തീർച്ചയായിട്ടും പ്രതിപക്ഷം കണ്ടെത്തുകയും അവരുടെ ഇപ്പം രാഹുൽ ഗാന്ധി നടത്തുന്ന പോലെയുള്ള പിൻ പോയിൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിയാലും മതി. 10-20 ഇവർ ഈ സർക്കാർ കണ്ടെത്താത്ത 10-20, 100, 200 അല്ലെങ്കിൽ 500 അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഒപ്പം നിന്ന് പടമെടുത്ത് അത് നമ്മളുടെ പത്രക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ അവരൊക്കെ വിളിച്ചിരുന്നിരുന്ന് കൂട്ടമായിട്ടൊരു ചായ സൽക്കാരമൊക്കെ നടത്തുക. ദൈവം മുഴുവനായി അതിദരിദ്രരായിട്ടുള്ള ആളുകളാണ്, ഇനിയും ബാക്കിയുണ്ട് കേട്ടോ എന്ന് കേരള ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താം, നാട്ടുകാരെ ബോധ്യപ്പെടുത്താം. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ജോലി കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാം. പ്രസ്താവന കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതിദരിദ്രരായിട്ടുള്ള ആളുകൾ എവിടെയുണ്ട്? ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യം ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രമാത്രം ആയിരിക്കില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷെ സർക്കാരിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ആളുകൾ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് വിളംബരം ചെയ്യാനും പ്രചരിപ്പിക്കാനും അവരെന്ത് ചെയ്തു? നമ്മുടെ പ്രമുഖരായിട്ടുള്ള 3 നടന്മാരെ കണ്ടെത്തി. ഒന്ന് മോഹൻലാൽ, മറ്റൊന്ന് മമ്മൂട്ടി, മറ്റൊന്ന് കമൽഹാസൻ. ഇവർ 3 പേരെന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും വരെ വളരെ പ്രിയപ്പെട്ടവരായ നടന്മാരാണ്. അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതിൽ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 10,000-കണക്കിന് മനുഷ്യർ പങ്കെടുക്കും. നാളെ വലിയ ഒരു പരിപാടിയായിട്ട് അത് പത്രങ്ങളിൽ ഘോഷിക്കും. ഇന്ന് തന്നെ ടെലിവിഷനൊക്കെ ഘോഷിക്കും, സോഷ്യൽ മീഡിയയൊക്കെ ചെയ്യും. ഇവിടെയുള്ള വിഷയം യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആരുമില്ലേ എന്ന് നമുക്ക് ചോദിക്കാം എന്ന് മാത്രമാണ്. ഉണ്ട് എന്ന് പറയേണ്ടതും അത് അവരെ കൊണ്ടുവരേണ്ടതും ആരുടെ ജോലിയാണ്? പ്രതിപക്ഷ നേതാവിൻ്റെ ജോലിയാണ്.
അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊരു തട്ടിപ്പായിട്ടുള്ള പരിപാടിയാണോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടൊരു കാര്യമില്ല. മാഷെ അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു പരിപാടി തന്നെ ആവശ്യമുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സ് നടത്തി, അത് കഴിഞ്ഞ് കേരളീയം നടത്തി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്തെങ്ങാണ്ടാണ് കേരളീയം നടത്തുന്നത്. അതിനും വലിയ ഫണ്ട് ചിലവാണ്. ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടത് വരുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും അദ്ദേഹം അത് ചെയ്തു, അതിൽ നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷേ ഇത്രയും ഫണ്ടൊക്കെ ചെലവഴിച്ചുകൊണ്ട് എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഇപ്പോൾ PR വർക്ക് എല്ലാവരും നടത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, PR വർക്കിനെതിരെ ഇടതുപക്ഷവും പറയുന്നുണ്ട്. പക്ഷെ അതേ ഇടതുപക്ഷമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നതും പലപ്പോഴും നമ്മൾ പറയുമെങ്കിലും ക്ലീശയാണെങ്കിലും ഇതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഈ ഒരു നീക്കമല്ല. അവർ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് അവരുടെ പ്രവൃത്തിയാണ്. ഇപ്പം ഈവൻ എനിക്കറിയാവുന്ന എൻ്റെ അച്ഛൻ ഉൾപ്പെടെ പറയും, നമ്മളൊക്കെ പ്രവൃത്തിയിലൂടെയാണ് ഇടതുപക്ഷം കാണിച്ചു കൊടുക്കുന്നതെന്ന് പറയും. അപ്പം അത് പറയുമ്പോഴും ഇവരുടെയൊക്കെ മനസ്സിൽ സംസാരത്തിൽ ഒക്കെ ഒരു വീറുണ്ട്. അത് ഇടതുപക്ഷത്തിന് മാത്രമുള്ളതാണ് ആ ഒരു കാര്യമെന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ ഇന്നും നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്. അപ്പം അവരുടെ മുമ്പിലേക്ക് ഇത്രയും വലിയ ഫണ്ടുകളൊക്കെ ചെലവഴിച്ച് ആഗോള അയ്യപ്പ സംഗമം വേറൊരു തരത്തിൽ പോകുന്നു, ഓരോ വർഷവും ഓരോ തരത്തിലുള്ള പലതരത്തിലുള്ള വലിയ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നു. എന്നാൽ ഈ പറയുന്ന ഫംഗ്ഷനുകൾ പലപ്പോഴും പൗരപ്രമുഖർ മാത്രമാണ്. ജനങ്ങളെ നേരിൽ കണ്ട് സംവദിക്കാനോ ആളുകൾ സത്യത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയത് ജനസമ്പർക്കം പോലെ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തതുപോലെ ഒരു നീക്കം സത്യത്തിൽ ജനങ്ങൾ മുഖ്യമന്ത്രിയെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു വേദി ഒരുങ്ങാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങളല്ലേ ഒരുങ്ങുന്നത്? അല്ല, നമ്മളിതിനകത്ത് കാണേണ്ടത് ഇടതുപക്ഷ സർക്കാരാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന വളരെയധികം ആളുകൾ പറയുന്നത് ഇത് ഇടതുപക്ഷ സർക്കാരല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു അഭിമുഖം കണ്ടു എം മുകുന്ദൻ്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആരാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾ? ഇടതുപക്ഷമാണ്. എന്നുവെച്ചാൽ ഇടതുപക്ഷത്തിനാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇടതുപക്ഷം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളത് ഇടതുപക്ഷത്തിനാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ BJPക്കോ അതില്ല. കാരണം അവരിങ്ങനെ ചെയ്യുന്നവരാണ്. ഇവിടെ ഇടതുപക്ഷം എന്തിനാണ് ഇതേപോലെ ദൂർത്തടിക്കുന്നത്, ഇതേപോലെ വലിയ PR വർക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പ്രമുഖരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് വലിയ ആഘോഷങ്ങൾ നടത്തുന്നു, പൗരപ്രമുഖരുടെ വേദികളായിട്ടെല്ലാം മാറ്റിത്തീർക്കുന്നതിനാണ്? നിങ്ങൾ എന്താണ് ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാത്തത് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഇടതുപക്ഷത്തു നിന്നുള്ളവരാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച്, അതിൻ്റെ ഒരു ധാർമ്മികത അനുസരിച്ച് പല കാര്യങ്ങളിലും ഈ സർക്കാർ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ സ്വഭാവം മാറിപ്പോയി. ഇടതുപക്ഷം മാത്രമല്ല ഇപ്പോൾ ഈ സർക്കാർ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ്? കേരളത്തിലെ മധ്യവർഗ സമൂഹത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു സർക്കാർ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് മധ്യവർഗത്തിൻ്റെ, അതായത് ഇടതുപക്ഷ ഭാഷയിൽ പറഞ്ഞ പെറ്റി ബൂർഷ്വാസിയുടെ സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. ആ ആവശ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ വലിയ വലിയ മാമാങ്കങ്ങൾ, വലിയ വലിയ ആഘോഷങ്ങൾ, ധൂർത്തുകൾ. അതേപോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പകരമായിട്ട് പൗരപ്രമുഖന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു. പൗരപ്രമുഖന്മാരാണോ പൗരസമൂഹം എന്ന് ചോദിക്കും. അല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരം. അങ്ങനെ ഇടതുപക്ഷത്തിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് BJPയുടെ പ്രവർത്തനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് മെച്ചപ്പെട്ടതാണോ എന്നാണ് അവരന്വേഷിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമാവണമെന്നില്ല. പക്ഷേ വോട്ട് കിട്ടാനും വിജയം നേടാനും ഒക്കെ ഇത്തരത്തിലുള്ള പല ആഘോഷങ്ങൾക്കും ധൂർത്തുകൾക്കും കഴിയും എന്നവർ വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.